ബോണി തോമസിന്റെ കൊച്ചിക്കാർ എന്ന പുസ്തകത്തിലൂടെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. കഴിഞ്ഞ തവണ നമ്മൾ നിർത്തിയത് ഓർമ്മയുണ്ടാവുമല്ലോ, തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള തമിഴ് തെലുങ്ക് സമൂഹങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചാണ്. അതെ അതെ. അവരുടെ ജോലികൾ, ജീവിത രീതികൾ, പിന്നെ കൊച്ചിയിൽ അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഒക്കെ, വണ്ണാർമാർ തൊട്ട് ചാക്ലിയർമാർ വരെ. ശരിയാണ്. അവരുടെ ആ സംഭാവനകളും കൊച്ചിയിലെ അവരുടെ ജീവിതവും അതെങ്ങനെ നമ്മുടെ ഈ സാംസ്കാരിക വൈവിധ്യത്തിന് ആഴം കൂട്ടിയെന്നൊക്കെ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ നോക്കുന്നത് കൊച്ചിയിലേക്ക് മറ്റൊരു ദിശയിൽ നിന്ന്, അതായത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്ന് വന്നവരെക്കുറിച്ചാണ്. രാജസ്ഥാൻ, ഗുജറാത്ത്, സിന്ധ്, ആ ഭാഗങ്ങളിൽ നിന്നുള്ളവർ. അതെ, അവിടുന്ന് വന്ന പ്രധാനമായും കച്ചവട സമൂഹങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. പുസ്തകത്തിലെ അധ്യായങ്ങൾ ഓർക്കുന്നുണ്ടാവും. 11, 13, 15, 26, 27, 30, പിന്നെ 32. ഒരുപാട് പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളുണ്ട് അതില്. ജൈനന്മാര്, കച്ചി മേമന്മാർ, ദാവൂദി ബോറകൾ, അഗർവാളുകൾ, പിന്നെ സിന്ധി ലോഹാനകൾ. കറക്റ്റ്. ഇവരുടെയൊക്കെ വരവ്, അവരുടെ ആ കച്ചവടത്തിലുള്ള ഒരു കഴിവ്, തനതായ ആചാരങ്ങൾ, മതപരമായ കാര്യങ്ങൾ, കൊച്ചിയുടെ സാമ്പത്തിക രംഗത്ത് അവരുടെ പങ്ക്, ഇതൊക്കെയാണല്ലേ ഇന്ന് നോക്കുന്നത്. അതെ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് ശ്രദ്ധിക്കാൻ പോകുന്നത്. കൂടുതലും ഈ വരണ്ട സ്ഥലങ്ങളിൽ നിന്ന് ഒരു തുറമുഖ നഗരത്തിലേക്ക് വന്നവരുടെ കഥകളാണ്. അപ്പോ നമുക്ക് കച്ചിമേമന്മാരിൽ നിന്ന് തന്നെ തുടങ്ങാം. 11-ാം അധ്യായം മുഴുവൻ അവരെക്കുറിച്ചാണല്ലോ. തുടങ്ങാം. ഇവരുടെ തുടക്കം സിന്ധിൽ ലോഹാന ഹിന്ദുക്കളിൽ നിന്നാണെന്ന് പുസ്തകം പറയുന്നു. എന്തായിരുന്നു അതിന് പിന്നിൽ ഈ മതപരിവർത്തനം? അത് 1421 നടക്കുന്നത്. ഒരു സൂഫി വര്യനുണ്ടായിരുന്നു, സയ്യദ് യൂസുഫുദ്ദീൻ ഖാദിരി. അദ്ദേഹത്തിന്റെ ഒരു പ്രേരണയിൽ അന്നത്തെ ലോഹാന നേതാവ് മനേക്ക്ജി എന്നൊരാൾ. മനേക്ക്ജി. അതെ, അദ്ദേഹവും ഒരു വലിയ വിഭാഗം അനുയായികളും ഇസ്ലാം മതം സ്വീകരിച്ചു. അതാണതിന്റെ ഒരു തുടക്കം. ഇവരെ മോമിൻ, അതായത് വിശ്വസ്തൻ എന്ന് വിളിച്ചു തുടങ്ങി. ഓ, ആ മോമിനാണോ പിന്നീട് മേമനായത്? അതെ, അത് കാലക്രമേണ മേമനായി മാറി. ഇതൊരു പുതിയ സാമൂഹിക ഐഡന്റിറ്റി തന്നെയായിരുന്നു അവർക്ക്. സിന്ധിൽ നിന്ന് പിന്നെ അവർക്ക് കച്ചിലേക്ക് മാറേണ്ടി വന്നു എന്നും പറയുന്നുണ്ടല്ലോ. അവിടെ എന്തോ സാമൂഹികമായി ഒറ്റപ്പെട്ടു എന്നതാണോ കാരണം? അതൊരു പ്രധാന കാരണമായിരുന്നു. ഈ മതം മാറിയ ഗ്രൂപ്പിന് സിന്ധിലെ അന്നത്തൊരു സാമൂഹിക അന്തരീക്ഷത്തിൽ ഒരു പൂർണ്ണമായ അംഗീകാരം കിട്ടിയില്ല. ശരി ശരി. അപ്പോൾ ഈ ഖാദിരിയുടെ തന്നെ നിർദ്ദേശപ്രകാരം അവർ സിന്ധിലെ തട്ടയിൽ നിന്ന് ഗുജറാത്തിലെ കച്ചിലേക്ക്, ഭുജിലേക്ക് കുടിയേറി. കച്ചിലേക്ക്. അവിടെ അവരെ കച്ചി ഭാഷ സംസാരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമായി. അങ്ങനെയാണ് കച്ചി മേമന്മാർ എന്നറിയപ്പെടുന്നത്. എന്നിട്ടാണല്ലേ കൊച്ചിയിലേക്കുള്ള വരവ്? 1813 കൊച്ചി രാജാവ് വീരകേരളവർമ്മ അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു എന്നത് രസകരമായിരിക്കുന്നു. അതെ, അക്കാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ വന്ന് പുതിയ കച്ചവട സാധ്യതകൾ തുറന്നതും ഒരു കാരണമായി കാണുമല്ലേ? തീർച്ചയായും. കൊച്ചി അപ്പോൾ വളർന്നു വരുന്നൊരു തുറമുഖമാണ്. മേമന്മാർക്ക് കച്ചവടത്തിലൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പുതിയ അവസരങ്ങൾ അവർ നന്നായി ഉപയോഗിച്ചു. കൊച്ചിയിലെത്തിയ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഇവിടുത്തെ കച്ചവട രംഗത്ത് അവർ വലിയൊരു ശക്തിയായി. അതിന്റെ തെളിവായിട്ടാണോ ഈ ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കാര്യം പറയുന്നത്? 1898. കൃത്യം. അത് സ്ഥാപിക്കുന്നതിൽ അവർക്ക് വലിയ പങ്കുണ്ട്. ഏകദേശം 1950 വരെ, അതായത് ഒരു 50 വർഷത്തോളം അതിന്റെ പ്രസിഡന്റുമാരൊക്കെ മേമൻ സമൂഹത്തിൽ നിന്നായിരുന്നു. അതുതന്നെ അവരുടെ സ്വാധീനം കാണിക്കുന്നുണ്ട്. കൊച്ചിയുടെ രാഷ്ട്രീയത്തിലും സാംസ്കാരിക രംഗത്തുമൊക്കെ അവരുടേതായ ആളുകളുണ്ട്. ഇബ്രാഹിം സുലൈമാൻ സേട്ട് വലിയ പേരാണത്. MP, മുനിസിപ്പൽ ചെയർമാൻ, മുസ്ലിം ലീഗ് പ്രസിഡന്റ്, അങ്ങനെ പല നിലകളിലും പ്രവർത്തിച്ച ആളാണ്. പിന്നെ സിനിമയിലേക്ക് വരുമ്പോ നമ്മുടെ ചെമ്മീൻ നിർമ്മിച്ച ബാബു സേട്ട്, SR ഇസ്മായിൽ സേട്ട്. അത് കൊച്ചിക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കവിതാ തിയേറ്റർ അദ്ദേഹത്തിന്റെ ആയിരുന്നല്ലോ. അതെ, അതുപോലെ പട്ടേൽ ടാക്കീസ്, സൂയി, ഇതൊക്കെ ആദ്യകാല തിയേറ്ററുകൾ മേമന്മാരുടേതായിരുന്നു എന്ന് പറയുന്നു. ശരിയാണ്. ഈ സാമ്പത്തിക വളർച്ചയുടെ കൂടെ തന്നെ അവരുടെ ആ സാംസ്കാരികമായ വേരുകൾ അത് നിലനിർത്താനും അവർ ശ്രദ്ധിച്ചു. എങ്ങനെയാണത്? ഇസ്ലാമിക വിശ്വാസം പിന്തുടരുമ്പോഴും പഴയ ലോഹാന പാരമ്പര്യം വിട്ടില്ല എന്നാണോ? കുറച്ചൊക്കെ. ഉദാഹരണത്തിന്, പണ്ട് ഈ കച്ചി മേമൻ ആക്ട് വരുന്നതിന് മുൻപ് സ്വത്തവകാശത്തിലൊക്കെ ചില പഴയ രീതികൾ കാണാമായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കൂടുതലും സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെയായിരുന്നു. ബെസർ എന്നൊരു വാക്ക് പുസ്തകത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. മിശ്രവിവാഹത്തിൽ ജനിച്ച കുട്ടികളെ പണ്ട് കുറച്ചൊന്നു മാറ്റി നിർത്തിയിരുന്നു എന്ന്. അത് പണ്ടത്തെ ചില സാമൂഹിക രീതികളാണ്. കാലം മാറിയപ്പോ അതൊക്കെ ഒരുപാട് മാറിപ്പോയി, ഭാഗ്യവശാൽ. അവരുടെ മതപരമായ കാര്യങ്ങൾ നോക്കിയാൽ ആ പള്ളികളൊക്കെ ശ്രദ്ധേയമാണ്.
മട്ടാഞ്ചേരി ബസാർ റോഡിലെ കച്ചി മേമൻ ഹനഫി മസ്ജിദുണ്ട്. പഴയ പള്ളിയെന്നാ പറയുക. 1825 ഉണ്ടാക്കിയതാണല്ലേ ഹാജി ദോസാൽ കാഡ്വാനി സേട്ട്. അതെ, അതിൻ്റെ ആ ഒരു നിർമ്മാണ ശൈലിയൊക്കെ കുറച്ച് വ്യത്യസ്തമാണ്. അവരുടെ ആ ഒരു തനിമ അവിടെയും കാണാം. സ്ത്രീകളുടെ കാര്യത്തിൽ അവർ കുറച്ച് മുന്നോട്ട് ചിന്തിച്ചിരുന്നതായി തോന്നുന്നു. ലേഡീസ് അസോസിയേഷൻ, ആദ്യത്തെ വനിതാ മദ്രസ. തീർച്ചയായും 40 വർഷം മുൻപേ ലേഡീസ് അസോസിയേഷൻ തുടങ്ങി. ആസിയാഭായിയെപ്പോലെ സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ചവരുണ്ട്. 1930-ൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ മദ്രസ സ്ഥാപിച്ചു. ഇക്ബാൽ ലൈബ്രറിക്ക് 75 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഇതൊക്കെ ശരിക്കും പുരോഗമനപരമായ ചിന്തകൾ തന്നെ. അവരുടെ ഡ്രസ് കോഡ്, ഭക്ഷണം, ആചാരങ്ങൾ, അതിലൊക്കെ ഈയൊരു പ്രത്യേകത കാണാമല്ലോ. ഓഹ്, തീർച്ചയായും. പുരുഷന്മാരുടെ ആ അബ, ഇജൻ, സദരിയ, തലപ്പാവ്, തൊപ്പിയൊക്കെ. സ്ത്രീകളുടെ മോണ്ട്യ, എജ്ജാർ, കാവുനി. അതെ. പിന്നെ പുരുഷന്മാര് കൺമഷി എഴുതും, മീശ വെട്ടും, താടി ഒരു 6 ഇഞ്ച് നീളത്തിൽ നിർത്തും. സ്ത്രീകൾ മൈലാഞ്ചിയിടുന്നത്, ഇതൊക്കെ അവരുടെ അടയാളങ്ങളാണ്. ഭക്ഷണത്തിന്റെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ കൊതിയാവുന്നു. ഹദ്ദ പുലാവ്, മൂക്കിക്കിച്ചടി, സേത്തമുത്തിയ, മീൻ വിഭവമാണിത്. ഓഹോ. പിന്നെ ആതിഥ്യ മര്യാദയിലെ കാര്യത്തിൽ പാല് കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു രീതി. അത് സൗഹൃദത്തിന്റെ ഒരു സിമ്പിളായിട്ടാണ് കാണുന്നത്. പക്ഷേ കട്ടൻ ചായ കൊടുക്കില്ലത്രേ. അത് മുഖപ്രസാദമില്ലായ്മയുടെ ലക്ഷണമാണെന്നാണ് അവരുടെ ഒരു വിശ്വാസം. രസകരം. ദാനധർമ്മത്തിന്, സക്കാത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കൊച്ചിയിൽ തന്നെ 25 ചാരിറ്റബിൾ സൊസൈറ്റികൾ അവരുടേതായിട്ടുണ്ട്. അവരുടെ ചരിത്രമൊക്കെ രേഖപ്പെടുത്താൻ AS അബ്ദുൽ ലത്തീഫ് സേറ്റ് ഒരു ഫാമിലി ട്രീ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പറയുന്നു. 2002 കണക്കിൽ 383 കുടുംബങ്ങൾ ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലുമായി ഉണ്ടായിരുന്നു. അതെ, അവരുടെ ചരിത്രം കൃത്യമായി അടയാളപ്പെടുത്താനുള്ള ശ്രമം. ഇനി നമുക്ക് ഗുജറാത്തിൽ നിന്നുള്ള മറ്റ് സമൂഹങ്ങളിലേക്കൊന്ന് നോക്കിയാലോ. 15-ാം അധ്യായം പൊതുവെ ഗുജറാത്തി കച്ചവടക്കാരെക്കുറിച്ചും 13-ൽ ദാവൂദി ബോറകളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. ശരിയാണ്. ഗുജറാത്തിന് വലിയൊരു കച്ചവട പാരമ്പര്യമുണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് പല കാലത്തായി പല ഗ്രൂപ്പുകൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. അതിലൊരു പ്രധാന വിഭാഗമാണ് ഈ ദാവൂദി ബോറകൾ. അവരും ഷിയ മുസ്ലിങ്ങളാണല്ലേ? അതെ, അവരും കച്ചവടാവശ്യത്തിന് തന്നെ കൊച്ചിയിലെത്തിയവരാണ്. പുസ്തകത്തിൽ കൂടുതൽ വിവരങ്ങളില്ലെങ്കിലും കൊച്ചിയുടെ ഗുജറാത്തി കണക്ഷൻ പറയുമ്പോൾ അവരെയും ഓർക്കണം. അടുത്തത് അഗർവാളുകൾ. അധ്യായം 26. മഹാരാജ അഗ്രസേനന്റെ പിൻഗാമികൾ. ഉത്തരേന്ത്യയിൽ നിന്നാണിവർ. ഹരിയാനയിലെ ഹിസാർ എന്ന സ്ഥലം പറയുന്നുണ്ട്. ഇവരുടെ വരവ് കുറച്ചുകൂടി അടുത്ത കാലത്താണെന്ന് തോന്നുന്നു, അല്ലേ? അതെ, കൂടുതലും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം. ഒരു 1960-കൾക്ക് ശേഷമാണ് അഗർവാളുകൾ കൂടുതലായി കൊച്ചിയിലേക്ക് വരുന്നത്. കച്ചവടം തന്നെ പ്രധാന ഉദ്ദേശം. ഇപ്പോ ഏകദേശം എത്ര കുടുംബങ്ങളുണ്ടാവും? ഒരു 45 കുടുംബങ്ങൾ. വീട്ടിൽ മാർവാടി അല്ലെങ്കിൽ രാജസ്ഥാനി ഭാഷ സംസാരിക്കും, എന്നാലും മലയാളമൊക്കെ നന്നായി കൈകാര്യം ചെയ്യും. SP ഗോയലിനെ പോലുള്ള വലിയ ബിസിനസ്സുകാർ ഈ സമൂഹത്തിൽ നിന്നുള്ളവരാണ്. ഇനി ജൈന സമൂഹത്തിലേക്ക് വരാം. അധ്യായം 27 പൊതുവെ ജൈനരെക്കുറിച്ചും 30 കച്ചി ദസ ഓസ്വാൾ ജൈനരെപ്പറ്റിയും പറയുന്നു. രാജസ്ഥാൻ, ഗുജറാത്ത്, അവിടെ നിന്നുള്ളവർ. അഹിംസയാണല്ലോ ഇവരുടെ പ്രധാന തത്വം. അതെ, അത് ജൈനമതത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ അത് കാണുകയും ചെയ്യാം. ഉദാഹരണത്തിന് ഈ മട്ടാഞ്ചേരിയിൽ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നൊരു പതിവുണ്ട്, പറവപ്പൂട്ട് എന്ന് പറയും. കേട്ടിട്ടുണ്ട്. അത് അഹിംസയുടെ ഒരു പ്രതീകമാണ്. എല്ലാ ജീവികളോടുമുള്ള ഒരു കരുണ. അതൊരു വെറും ആചാരമല്ല, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മട്ടാഞ്ചേരിയിൽ തന്നെ ഏകദേശം 389 ജൈന കുടുംബങ്ങളുണ്ടെന്നാണ് പുസ്തകത്തിലെ കണക്ക്. ഈ കച്ചി ദസ ഓസ്വാൾ ജൈനന്മാർ എന്നത് കച്ചിൽ നിന്നുള്ള ഒരു പ്രത്യേക വിഭാഗമാണല്ലേ? അതെ, കച്ചിൽ നിന്നുള്ള ഒരു ജൈന വിഭാഗം. അവരുടെ കേഡിയ എന്നൊരു ഡ്രസ്സിനെക്കുറിച്ചും പുസ്തകത്തിൽ പറയുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ലെങ്കിലും ജൈന സമൂഹത്തിനകത്തും ഇങ്ങനെ വേറെ വേറെ ഗ്രൂപ്പുകളുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അവസാനമായിട്ട് സിന്ധി ലോഹാനകളെക്കുറിച്ച് സംസാരിക്കാം. 32-ാം അധ്യായം. ഇവരുടെ വേരുകള് സിന്ധിലാണെങ്കിലും കൊച്ചിയിലെത്തിയത് പല വഴികളിലൂടെയാണെന്ന് തോന്നുന്നു. ശരിയാണ്. ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ള സിന്ധ് പ്രവിശ്യയാണ് ഇവരുടെ ഒറിജിൻ. അവിടുന്ന് പല സമയത്തായി കൂടുതലും ഗുജറാത്ത്, കച്ച് വഴിയാണ് അവര് ഇന്ത്യയുടെ പല ഭാഗത്തേക്കും കൊച്ചിയിലേക്കും എത്തുന്നത്. പണ്ടേ കച്ചവടത്തിന് വന്നിട്ടുണ്ടെങ്കിലും ഒരു സമൂഹമായി സ്ഥിരതാമസമാക്കുന്നത് 19-ാം നൂറ്റാണ്ടിലാണല്ലേ? അതെ, ആ സമയത്താണ്. ഇപ്പോൾ ഒരു 65 ലോഹാന കുടുംബങ്ങളുണ്ട് കൊച്ചിയിൽ. ഇവർ ഹിന്ദുക്കളാണെങ്കിലും ഇവരുടെ ആരാധനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ജൂലേലാൽ, വരുണദേവന്റെ അവതാരമായിട്ടാണ് കാണുന്നത്. എന്താണ് ഈ കഥ?
അത് രസകരമായ ഒരു ഐതിഹ്യമാണ്. പണ്ട് സിന്ധു ഭരിച്ചിരുന്ന മിർക്ഷ എന്നു പേരുള്ള ഒരു ഭരണാധികാരി ഹിന്ദുക്കളെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചു. ആ അപ്പോ സിന്ധു നദിയുടെ തീരത്ത് പോയി പ്രാർത്ഥിച്ച ഹിന്ദുക്കളെ രക്ഷിക്കാൻ വരുണദേവൻ മനുഷ്യനായി ജനിച്ചു എന്നാണ് വിശ്വാസം. നസീർപൂർ എന്ന ഗ്രാമത്തിൽ രതൻചന്ദ് താക്കൂറിന്റെയും ദേവികിയുടെയും മകനായിട്ട്. അതാണ് ജൂലേലാൽ. ധരിയോലാൽ എന്നും പേരുണ്ടല്ലേ? അതെ, ജൂലേലാൽ, ധരിയോലാൽ, ലാൽസായി, ഉദേരോലാൽ, സിന്താപീർ എന്നൊക്കെ പേരുകളുണ്ട്. അദ്ദേഹം അത്ഭുതങ്ങളൊക്കെ കാണിച്ച് മിർക്ഷായെ മാനസാന്തരപ്പെടുത്തിയെന്നും പറയുന്നു. അതെ, വിഷം കൊടുത്ത റോസാപ്പൂവ് കൊടുത്തിട്ടും ഒന്നും പറ്റിയില്ല, വെള്ളത്തിൽ പ്രത്യക്ഷപ്പെട്ടു, പ്രകൃതിശക്തികളെ നിയന്ത്രിച്ചു എന്നൊക്കെയാണ് കഥ. ഇന്ന് ലോകത്തുള്ള സിന്ധി ഹിന്ദുക്കളുടെയെല്ലാം പ്രധാനപ്പെട്ട ദൈവമാണ് ജൂലേലാൽ. മട്ടാഞ്ചേരിയിലൊരു ക്ഷേത്രമുണ്ടല്ലോ, ധരിയോസ്ഥാൻ. ഉണ്ട്. അത് 1898 പണിതതാണ്. ഒരുപക്ഷേ കേരളത്തിലെ ഒരേ ഒരു വരുണക്ഷേത്രം ഇതായിരിക്കാം. അതും ഒരു പ്രത്യേകതയാണ്. ഇവരുടെ പ്രധാന ഉത്സവങ്ങൾ ഏതൊക്കെയാണ്? ചേട്ടിച്ചന്ത്, ചാലിയോ? ചെട്ടിച്ചന്താണ് ജൂലേലാലിന്റെ ജന്മദിനം. അതവരുടെ പുതുവർഷം കൂടിയാണ്, വിളവെടുപ്പുത്സവം കൂടിയാണ്. ചാലിയോ എന്ന് പറയുന്നത് ഒരു 40 ദിവസം നീണ്ടുനിൽക്കുന്ന നന്ദി പ്രകാശന ഉത്സവമാണ്. കടലുമായി ബന്ധമുള്ള ദൈവമായതുകൊണ്ട് കടലിലിറങ്ങി പ്രാർത്ഥിക്കുന്ന രീതിയൊക്കെയുണ്ടോ? ചില്ലർ ചെയ്യാറുണ്ട്. പിന്നെ അവരെ തമ്മിൽ കാണുമ്പോൾ ജയ് ജൂലേലാൽ എന്ന് പറയും, അല്ലെങ്കിൽ ജൂലേലാൽ ബേറാ ഹീ പാർ എന്നും. അതെന്താർത്ഥം? ജൂലേലാൽ എപ്പോഴും കൂടെയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ തോണിയെ കരയ്ക്കെത്തിക്കും എന്നൊക്കെ ഒരു അർത്ഥം വരും. പിന്നെ യാത്ര പോകുന്ന പുരുഷന്മാർക്ക് വേണ്ടി സ്ത്രീകൾ അഖ എന്നു പറയുന്ന ഒരു പ്രസാദം നേരുന്ന ഒരു ചടങ്ങുണ്ട്. അതും രസകരമാണ്. ഈ കൊച്ചിയിലെ ലോഹാനകൾക്കിടയിൽ തന്നെ ഭാഷയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് എന്നു പറയുന്നതും ശ്രദ്ധേയമാണ്. ഗുജറാത്തി, കച്ചി, സിന്ധി. അതെ, അതവരുടെ ആ കുടിയേറ്റ വഴികളെ കാണിക്കുന്നുണ്ട്. സിന്ധിൽ നിന്ന് നേരിട്ട് വന്നവർ സിന്ധി സംസാരിക്കുന്നുണ്ടാവാം. കച്ചിൽ കുറച്ചുകാലം താമസിച്ചു വന്നവർ കച്ചി സംസാരിക്കുന്നുണ്ടാവാം. ഗുജറാത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വന്നവർ ഗുജറാത്തിയും. ശരിയാണ്. അപ്പൊ കൊച്ചിയിലെ ലോഹാന സമൂഹത്തിനകത്തും ഈ ഒരു വൈവിധ്യം കാണാം. അപ്പൊ നമ്മളിന്ന് കച്ചി മേമന്മാർ, ദാവൂദി ബോറകൾ അടക്കമുള്ള ഗുജറാത്തികൾ, അഗർവാളുകൾ, ജൈനന്മാർ, സിന്ധി ലോഹാനകൾ, ഇങ്ങനെ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ക്രോസ് സെക്ഷൻ എടുത്തു. കൊച്ചിയുടെ കച്ചവടത്തിലും സംസ്കാരത്തിലും ഇവരെത്രത്തോളം പ്രധാനപ്പെട്ടവരാണെന്ന് വ്യക്തമായി. തീർച്ചയായും കച്ചവടത്തിനായിട്ട് വന്നവരാണെങ്കിലും കൊച്ചിയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ മുതൽക്കൂട്ടായിരുന്നു ഇവരെല്ലാം. അതോടൊപ്പം അവരുടെ മതം, ഇസ്ലാം, ജൈനമതം, ജൂലേലാൽ ആരാധന പോലുള്ള ഹിന്ദുമതത്തിലെ തന്നെ വ്യത്യസ്തമായ രീതികൾ, ഇതൊക്കെ കൊച്ചിയുടെ ആ സാംസ്കാരിക മൊസൈക്കിന് കൂടുതൽ നിറം നൽകി. കൊച്ചിയുമായിട്ട് നല്ലവണ്ണം ഇണങ്ങിച്ചേരുമ്പോഴും സ്വന്തം ഭാഷ, വസ്ത്രം, ഭക്ഷണം, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ ഇതൊക്കെ മുറുകെ പിടിക്കാനും അവർ ശ്രമിച്ചു. അത് മേമന്മാരുടെ ആ സംഘടനാ മികവായാലും ജൈനരുടെ അഹിംസയായാലും ലോഹാനകളുടെ ജൂലേലാൽ ഭക്തിയായാലും അതെല്ലാം കൊച്ചിയുടെ തനിമയുടെ ഭാഗമായി മാറി. നമ്മളിന്ന് മട്ടാഞ്ചേരിയിലൂടെ നടക്കുമ്പോൾ കാണുന്ന ആ ഗുജറാത്തി റോഡും ജൂലേലാൽ ക്ഷേത്രവുമൊക്കെ വെറും കെട്ടിടങ്ങളല്ല. ശരിയാണ്. അതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള മനുഷ്യരുടെ, സമൂഹങ്ങളുടെ കഥകളുണ്ട്. ഇന്നത്തെ നമ്മുടെ സംഭാഷണം അതിലേക്കുള്ള ഒരു ചെറിയ എത്തിനോട്ടമായി എന്ന് കരുതാം. തീർച്ചയായും അവരുടെ കച്ചവടത്തിലെ മിടുക്കും ആ സാംസ്കാരികമായ ഒരു വേറിട്ടു നിൽപ്പും രണ്ടും ഒരുപോലെ കൊച്ചിയുടെ വളർച്ചയെ സഹായിച്ചിട്ടുണ്ട്. ഈയൊരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചിന്ത വരുന്നുണ്ട്. നമ്മൾ ഇന്ന് സംസാരിച്ച മിക്ക സമൂഹങ്ങളും വന്നത് രാജസ്ഥാൻ, ഗുജറാത്ത്, സിന്ധ് അങ്ങനെയുള്ള കുറച്ച് വരണ്ട ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്നാണല്ലോ. മരുഭൂമിയോടൊക്കെ സാമ്യമുള്ള സ്ഥലങ്ങൾ. ശരിയാണ്. അവിടെ നിന്ന് ഏർത്തും വ്യത്യസ്തമായ ഒരു ക്ലൈമറ്റും ഭൂപ്രകൃതിയുമുള്ള, എപ്പോഴും ഈർപ്പമുള്ള, കടലിനോട് ചേർന്ന് കിടക്കുന്ന, ഭയങ്കര തിരക്കുള്ള ഒരു തുറമുഖ നഗരമായ കൊച്ചിയിലേക്ക് അവരെ പറിച്ചു നടപ്പെട്ടപ്പോ ആ ഒരു മാറ്റം അതവരുടെ ജീവിതത്തെ, കച്ചവട രീതിയെയൊക്കെ എങ്ങനെ ബാധിച്ചിട്ടുണ്ടാവും? അതൊരു നല്ല ചോദ്യമാണ്. ഒരു മരുഭൂമിയിൽ നിന്ന് തുറമുഖത്തേക്കുള്ള ഒരു മാറ്റം, ഡെസേർട്ട് ടു ഡോക്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് തീർച്ചയായും വലിയ വെല്ലുവിളികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പക്ഷെ പുതിയ അവസരങ്ങളും തുറന്നു കാണും. കൊച്ചിയുടെ ഈയൊരു പ്രത്യേകത, ഈർപ്പമുള്ള കാലാവസ്ഥ, തുറമുഖം കേന്ദ്രീകരിച്ചുള്ള കച്ചവടം, ഇവിടുത്തെ പലതരം ആളുകൾ, ഇതൊക്കെ അവരുടെ ബന്ധങ്ങളെ, കച്ചവട രീതികളെ, ഒരുപക്ഷെ തലമുറകളിലൂടെ അവരുടെ ചില ശീലങ്ങളെയൊക്കെ മാറ്റിയെടുക്കുന്നതിൽ എന്ത് പങ്കുവഹിച്ചിട്ടുണ്ടാകാം.
അത് കൂടുതൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എന്ന പുസ്തകത്തിലൂടെയുള്ള നമ്മുടെ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ അടുത്ത തവണ കടക്കും. അതെ. അന്ന് നമ്മൾ കാശ്മീർ, തുളുനാട്, കർണാടകം, മഹാരാഷ്ട്ര അങ്ങനെ കൂടുതൽ വൈവിധ്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നവരെക്കുറിച്ചായിരിക്കും സംസാരിക്കുക. അപ്പോൾ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക.